ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടു ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സർവിക്സ് പെട്ടെന്ന് ഓപ്പൺ ആകാനും നോർമൽ ഡെലിവറി പെട്ടെന്ന് നടക്കാനും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് സർവിക്സ് ഓപ്പൺ ആയാൽ മാത്രമേ, ഒരു 8 മുതൽ 10 സെൻറ്റിമീറ്റർ ഓപ്പൺ ആയാൽ മാത്രമേ കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് വരികയും നോർമൽ ഡെലിവറി നടക്കുകയും ചെയ്യും, അല്ലേ? അപ്പോൾ നിങ്ങൾ സെർവിക്സ് നോർമൽ ഡെലിവറി ആഗ്രഹിക്കുന്നവർക്ക് എന്താണ്, സെർവിക്സ് ഓപ്പൺ ആയാൽ മാത്രമേ നോർമൽ ഡെലിവറി നടക്കുകയുള്ളൂ. ആദ്യമായിട്ട് കുഞ്ഞ് സെഫാലിക് പൊസിഷനിലേക്ക് വരണം. അതിനുശേഷം സെർവിക്സ് നോർമലായിട്ട് ഓപ്പൺ ആയാൽ മാത്രമേ, നല്ല രീതിയിൽ വികസിച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഡെലിവറി നടക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നോർമൽ ഡെലിവറി നടക്കണമെങ്കിൽ സെർവിക്സ് ആദ്യമേ ചെറിയ രീതിയിൽ വികസിച്ച് തുടങ്ങുമ്പം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഒരു 3 സെൻറ്റിമീറ്ററൊക്കെയാണ് വികസിച്ചിരിക്കുന്നത് എന്ന് കണ്ടു കഴിയുമ്പോൾ ഡോക്ടർ ചിലപ്പോൾ പറയും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറയും, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് വരാൻ വേണ്ടി പറയും. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ നമുക്ക് ഡെലിവറി ഈസി ആയിട്ട് നടത്താൻ പറ്റുള്ളൂ. വീട്ടിൽ പോയിട്ട് വരാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെറിയ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, അതായത് ചിലപ്പം ഫോൾസ് പെയിൻ വരാം നിങ്ങൾക്ക്. ഈ കൺട്രാക്ഷൻസ് കൊണ്ട് ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ എന്ന് പറയുന്ന ഫോൾസ് പെയിൻ നിങ്ങൾക്ക് വരാം. അതുപോലെ ചെറിയ രീതിയിൽ ഓപ്പൺ ആവുമ്പോൾ നിങ്ങൾക്ക് സർവിക്സ് ഓപ്പൺ ആവുന്നതനുസരിച്ച് നിങ്ങൾക്ക് പെയിനും, ഇടുപ്പല്ലിലെ വേദന, പെൽവിക് ഏരിയയിലെ പെയിനൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ വേദന ഇങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടേക്കാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് മൈൽഡായിട്ട് വാക്കിങ്, അത് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നടക്കുക. അതുപോലെ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുക, പതുക്കെ കയറി ഇറങ്ങുക. ഹാർട്ട് ബീറ്റ് വല്ലാതെ കൂടുന്ന രീതിയിൽ ചെയ്യരുത്. ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങൾ സ്റ്റെപ്പ് കയറി ഇറങ്ങുക ചെയ്യുക, നടക്കുക. അതുപോലെ നടക്കുന്ന സമയത്ത് നല്ല പെയിൻ ഉള്ളപ്പോഴാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് കൂടെ ആരെങ്കിലും നിർത്തിക്കൊണ്ട് വേണം നടക്കുകയൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ എന്തെങ്കിലും നിങ്ങൾ ഒരു വിധത്തിലും ഡെലിവറി ആണെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡെലിവറിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും, അല്ലേ? എങ്ങനെയായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട് ടെൻഷനായിരിക്കും. പക്ഷേ ടെൻഷൻ അടിക്കും തോറും നിങ്ങളുടെ സർവിക്സ് ഓപ്പൺ ആവാൻ ലേറ്റ് ആവും. നിങ്ങളുടെ സ്ട്രെസ്സും ടെൻഷനും കൂടുമ്പോൾ മസിൽസ് ടൈറ്റ് ആവുകയും പിന്നെ ഇത് വികസിക്കാനായിട്ട് താമസം വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ റിലാക്സ് ആവാൻ ശ്രമിക്കുക. ഇപ്പോൾ എന്തെങ്കിലും വീഡിയോ കാണുമോ, നിങ്ങൾക്ക് റിലാക്സിങ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ, കോമഡി പ്രോഗ്രാമോ അങ്ങനെ എന്തെങ്കിലും കണ്ട് മനസ്സിൻ്റെ ആ ടെൻഷൻ മാറ്റിയെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് സർവിക്സ് ഈസി ആയിട്ട് വികസിക്കുകയുള്ളൂ. വികസനം നല്ല രീതിയിൽ നടക്കണമെങ്കിൽ സ്ട്രെസ്സും ടെൻഷനും ഉണ്ടെങ്കിൽ നടക്കത്തില്ല. എത്ര എക്സസൈസ് ചെയ്തെന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യാൻ, പ്രസവം എടുക്കാറാകുമ്പോഴായാലും മുന്നേ ആണെങ്കിലും എടുക്കാറാകുമ്പോഴായാലും നല്ല പോഷക ആഹാരങ്ങൾ നിങ്ങൾ കഴിക്കണം. എങ്കിലേ ഒരു ഡെലിവറിക്കുള്ള ഒരു എനർജിയൊക്കെ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുള്ളൂ. അതുപോലെ ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സർവൈക്കൽ റൈപ്പനിങ് ഫുഡുകളൊക്കെ ഉണ്ട്. അതായത് ചൂടുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചാലേ സർവിക്സ് സോഫ്റ്റ് ആവുകയും പെട്ടെന്ന് വികസിക്കുകയും ചെയ്യും. ഇപ്പോൾ ഡേറ്റ്സ് കഴിക്കാം, പൈനാപ്പിൾ, നെയ്യ്, ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ നിങ്ങൾക്ക് സർവിക്സ് ഓപ്പൺ ആവാനായിട്ടും സോഫ്റ്റ് ആവാനായിട്ടും പെട്ടെന്ന് അതിന് ഇലാസ്റ്റിസിറ്റി കിട്ടാനും ഒക്കെ സഹായിക്കും. അങ്ങനെ വികസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡെലിവറി നടക്കൂ. ഈ PV ഇപ്പം നമ്മൾ 8.5-9 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്കാനിങ് പറയും. അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ കുഞ്ഞ് തലതിരിഞ്ഞ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അതുപോലെ PV ചെയ്യും ഡോക്ടർ. വിരൽ വെച്ചിട്ട് വിരൽ വികാസം നോക്കുമ്പോൾ 1 വിരൽ വികാസം, 2 വിരൽ വികാസം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വികസിച്ചത് എത്രയുണ്ടെന്ന് ഡോക്ടർ വിരലിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എത്ര വികസിച്ചു, അങ്ങനെ ആ വികസിച്ച് ഒരു 10 സെൻറ്റിമീറ്റർ ആയാലേ കുഞ്ഞിൻ്റെ തല പുറത്ത് വരികയും നിങ്ങൾക്ക് നോർമൽ ഡെലിവറി സാധ്യമാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പറഞ്ഞിട്ടാലും നിങ്ങളൊരു ഭാഗത്ത് റെസ്റ്റ് ചെയ്യുകയോ കിടക്കുകയോ ചെയ്യാതെ നമ്മുടെ അപ്പോഴത്തെ വേദന മാറാനും സുഖമായിട്ട് ഡെലിവറി നടക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നാൽ മാത്രമേ ഈസി ആയിട്ട് ഡെലിവറി അധികം സമയം എടുക്കാതെയും അധികം വിഷമിക്കാതെയും നടക്കണമെങ്കിൽ ഈ പറയുന്ന എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ ടെൻഷൻ ഒഴിവാക്കുക, മനസ്സിന് ധൈര്യം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.